ഈ വീഡിയോയിൽ ജനുവരി 1-ാം തീയതി ട്രംപ് ഒരു വാർണിംഗ് കൊടുക്കുകയാണ് ഹമാസിന്. നിങ്ങൾ എന്ത് ചെയ്യുമോ അറിയത്തില്ല, ഞാൻ അമേരിക്കൻ പ്രസിഡന്റായിട്ട് പദവി ഏൽക്കുന്നതിൻ്റെ ആ ദിവസത്തിന് മുമ്പ് നിങ്ങൾ സീസ് ഫയർ ഡീൽ ഒപ്പുവെച്ചിരിക്കണം എന്നുള്ള ഒരു നിർണായകമായിട്ടുള്ള ഒരു വാർണിംഗ് ആണ് ട്രംപ് കൊടുത്തത്. ഇസ്രായേൽ എന്ന് പറഞ്ഞ ചെറിയൊരു രാജ്യം അമേരിക്കയെ വെച്ചുകൊണ്ട് നടത്താൻ ഉദ്ദേശിക്കുന്ന, മിഡിൽ ഈസ്റ്റിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന ചില ജിയോ പൊളിറ്റിക്കൽ ചേഞ്ച്. അപ്പോൾ അതാണ് നമ്മൾ ഈ വീഡിയോയിൽ മൊത്തത്തിൽ നോക്കുന്നത്. ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതിന് മുമ്പ് സംഭവിച്ച ചില വിഷയങ്ങളുടെ സീക്വൻസ് ഞാനിവിടെ പറയാം. ആ ഒരു സീക്വൻസ് ഒന്ന് ഓർമ്മപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് ഇതിലോട്ട് മുന്നോട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ. ജനുവരി 1-ാം തീയതി ട്രംപ് കൊടുത്ത ഒരു ത്രെട്ട്, ഹമാസിന് കൊടുത്ത ഒരു ഭീഷണി, അത് കഴിഞ്ഞ് ഏറെക്കുറെ സീസ് ഫയർ രണ്ട് രാജ്യങ്ങളും ചേർന്ന്, ഖത്താർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ ചേർന്ന് എങ്ങനെയെങ്കിലും ഒരു സീസ് ഫയർ ആക്കി തീർക്കാം എന്നുള്ള നിലയിൽ ഒരു കൺക്ലൂഷൻ മോഡിലേക്ക് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് എന്തായാലും ഏറെക്കുറെ ഒരു സീസ് ഫയർ റെഡിയാവും എന്നുള്ള നിലയിലുള്ള ഒരു തീരുമാനം ആയതിനു ശേഷം ഇസ്രായേൽ തകൃതിയായിട്ട് ഒരു ലാസ്റ്റ് മൊമെന്റ് ആക്രമണം ഗാസയ്ക്കുള്ളിൽ നടത്തിയായിരുന്നു. അതെന്ന് പറഞ്ഞാൽ ടാർഗറ്റഡ് അറ്റാക്കോ അങ്ങനെയൊന്നുമല്ല, തകൃതിയായിട്ട് തലങ്ങും വിലങ്ങും കുറെ എയർ സ്ട്രൈക്കുകൾ ചെയ്തായിരുന്നു. അത് വേറെ ഒന്നുമില്ല, മാക്സിമം ഡാമേജ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം. ആ ഒരു മാക്സിമം ഡാമേജ് ഒരു ലാസ്റ്റ് ഫേസ് സീസ് ഫയർ ഡീൽ ഒപ്പുവെക്കുന്നതിന് മുമ്പായിട്ട് ഒരു 2 ആഴ്ച കൊണ്ട് തകൃതിയായിട്ട് നടത്തി നല്ല രീതിയിൽ. അതിന്റെ ഉദ്ദേശം വേറെ ഒന്നുമല്ല, ഡെമോളിഷ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഈ ഒരു ആക്രമണം അവിടെ നടത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാവർക്കും അറിയാം, നെതന്യാഹു നല്ല ഡോമിനേറ്റ് ചെയ്ത് ഇസ്രായേൽ സക്സസ്ഫുൾ ആയിട്ട് നിന്നുകൊണ്ടിരുന്ന ഒരു സമയത്താണ് ഈ രീതിയിലുള്ള ഒരു സീസ് ഫയറിന് ഡീലിന് സമ്മതിക്കുന്നത്. ഇസ്രായേൽ സീസ് ഫയറിൽ ഒപ്പിട്ടു, ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് നിന്ന സമയത്ത് സീസ് ഫയറിൽ ഒപ്പിട്ടു. അതുകൊണ്ട് ഹമാസ് വീണ്ടും ആളത്തിനുള്ളിൽ നിന്ന് വെളിയിൽ വന്നു, ഭയങ്കരമായിട്ടുള്ള ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇസ്രായേൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സീസ് ഫയറിൽ ഒപ്പിട്ടത്. അത്രയും മുൻകൂട്ടി ചിന്തിക്കാനുള്ള ഒരു കരുത്ത് ഹമാസിനില്ല എന്നുള്ളതാണ് സത്യസന്ധമായ കാര്യം. അവർക്ക് അത്രയും കടന്ന് ചിന്തിക്കാനുള്ള കെൽപ്പില്ല. അവർക്ക് കിട്ടുന്നതെല്ലാം നേരെ പോവുക, അടിക്കുക, പൊട്ടുക, പൊട്ടിത്തെറിക്കുക, ഇമാതിരിയുള്ള കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതുപോലെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള തോട്ട് പ്രോസസ്സിലാണ് ഇസ്രായേൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതായത് സീസ് ഫയറിൽ ഒപ്പിടുന്നതിന് മുമ്പ് തന്നെ ഇസ്രായേൽ കൃത്യമായിട്ട് സംസാരിച്ചിട്ടുണ്ട് ട്രംപിന്റെ അടുത്ത്. ഈ നെഗോസിയേഷനിൽ ഞങ്ങൾ സമ്മതിക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു ഫ്യൂച്ചർ പ്രോമിസ് വേണം. ആ ഒരു ഫ്യൂച്ചർ പ്ലാൻ ആണ് ഇപ്പൊ ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്ലാൻ. ഈ പ്ലാൻ ഓൾറെഡി തന്നെ ഇവർ സംസാരിച്ച് റെഡി ആക്കിയിട്ടാണ് ഈ ഒരു സീസ് ഫയറിന് അമേരിക്കയും ഇസ്രായേലും തമ്മിൽ ഈ ഒരു ഡീൽ നടന്നിട്ടുണ്ട്. ആ ഒരു ഡീൽ എന്ന് പറഞ്ഞാൽ ഗാസ ഇനി വേണ്ട, അതാണ് ആ ഒരു ഡീൽ. അപ്പൊ നല്ലൊരു ആക്രമണം നടത്തിയിട്ട്, അത് ലാസ്റ്റ് ഫേസിൽ നല്ലൊരു ആക്രമണം നടത്തി ഗാസയെ ഫുൾ ആൻഡ് ഫുൾ ഡെമോളിഷ് ചെയ്തിട്ട് സ്ലോലി IDF വളരെ സ്മൂത്ത് ആയിട്ട് പുറകോട്ട് പിൻവലിയുന്ന ഒരു നടപടിക്രമമാണ് നടന്നത്. ഇതാണ് ശരിക്കുള്ള അവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് ട്രംപ് പൊസിഷനിൽ വരുന്നുണ്ട്. വന്ന ഉടനെ പുള്ളി ചെയ്യുന്ന എന്താണ്? എയ്ഡ് അങ്ങ് കട്ടാക്കാണ്, US എയ്ഡ് കട്ടാക്കാണ്. തീവ്രവാദ സംഘടനകൾക്കും പോകുന്ന ഫണ്ട് ഉൾപ്പെടെ ട്രംപ് നിർത്തുകയാണ്. UNRWA കിട്ടേണ്ട ആ ഒരു ഫണ്ടും കൂടെയാണ് സ്റ്റോപ്പ് ആകുന്നത്. അപ്പൊ ഇതൊക്കെ വളരെ ടാർഗറ്റ് ആയിട്ട് ഓൾറെഡി പ്രീ പ്ലാൻഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാൻ തീരുമാനിച്ച് ഉറച്ചു തന്നെയാണ് വന്നിരിക്കുന്നത്. ഓൾറെഡി ട്രംപും നെതന്യാഹുവും തമ്മിൽ ഫോണിൽ സംസാരിച്ചിരുന്ന ആ ഒരു പ്രീ പ്ലാൻ തന്നെയാണ് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ സംസാരിച്ച് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്താണ് പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ട്രംപ് ഈ ഒരു ഡിസിഷനിൽ ഉറച്ചു നിൽക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു രീതിയിലുള്ള ചേഞ്ച് അറബ് രാഷ്ട്രങ്ങളുടെ ഇടയിൽ വരുത്തിയിട്ടുണ്ട്. ട്രംപ് സ്ട്രേറ്റ് ഫോർവേഡ് പറഞ്ഞൊരു മെസ്സേജ് തന്നെയാണ്, ഗാസ ഏറ്റെടുക്കാൻ തന്നെയാണ്. ഗാസ ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല, ഗാസ അവിടെ തന്നെ ഉള്ളത്. ഇനി അത് ഏറ്റെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് ഞങ്ങൾ ജസ്റ്റ് മാനേജ് ചെയ്യണമെന്നുള്ള നിലയിലാണ് പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഗാസ ഏറ്റെടുക്കുക എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയ കാര്യമാണ്. അത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്കത് വഴിയെ മനസ്സിലാവും. ഇസ്രായേലും ഹമാസും തമ്മിൽ ഒരു സീസ് ഫയർ നിലവിൽ വന്നു കഴിഞ്ഞു. ബന്ദികളെ സ്വപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർ 3, 4, 5 എണ്ണം പറഞ്ഞ് ബന്ദികളെ വിട്ടുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഇസ്രായേലിന്റെ ഉള്ളിൽ നിന്ന് ഏതാണ്ട് 600-ലധികം പാലസ്തീനിയൻ പ്രിസണേഴ്സിനെ ഇതുവരെ റിലീസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഇസ്രായേലിൽ നിന്ന്. അപ്പൊ ഇത്രയും ഡോമിനേറ്റഡ് ആയിട്ട് യുദ്ധം ചെയ്ത് വിജയിച്ച് നിൽക്കുന്ന ഇസ്രായേലിന് ഈ വക 600-700 ആൾക്കാരെ തുറന്ന് വീണ്ടും ഗാസയ്ക്കുള്ളിൽ വിട്ടിട്ട് എന്താ നോക്കി നിൽക്കാൻ വേണ്ടിയിട്ടാണോ? ഒരിക്കലുമില്ല. ഇവരെ തെരഞ്ഞു പിടിച്ച് വീണ്ടും ആക്രമിക്കാൻ തന്നെയാണ് ഇത് അയച്ചു വിട്ടിരിക്കുന്നത്. ഇസ്രായേലിന്റെ സൊവറൈൻ സ്റ്റേറ്റ് നിലനിൽക്കാൻ വേണ്ടിയിട്ട് ത്രെട്ടുള്ള ഒരു കാര്യങ്ങളും ഇസ്രായേൽ നിലനിർത്തത്തില്ല, അവരടിച്ച് തറപറ്റിക്കും. അപ്പം വീണ്ടും ഒരു യുദ്ധം ഉണ്ടാവാനുള്ള സാധ്യത തന്നെയാണ് ഇവിടെ വിലയിരുത്തപ്പെടുന്നത്. ഇതൊക്കെ വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ ഇത് വിലയിരുത്തുന്നതാണ് കേട്ടോ, ഇതെന്താണ് നടക്കാൻ പോകുന്നത്. അപ്കമിങ് ആയിട്ടുള്ള ഗാസയുടെ മൊമെന്റ്സ് ആണ് ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ പാടെ ഏതാണ്ട് 7.8 ബില്യൺ വർത്തുള്ള ബോംബിംഗ് ഐറ്റങ്ങൾ ഇസ്രായേലിന് കൈമാറുകയാണ്. ഇസ്രായേലിന്റെ ഉള്ളിൽ ഓൾറെഡി എത്തിക്കഴിഞ്ഞു. ഇതെല്ലാം ഹൈ ഇന്റൻസിറ്റി ബോംബിംഗ് ആണ്, ബങ്കർ ബസ്റ്റർ ബോംബുകളാണ്. ഇതെല്ലാം പ്രിസിഷൻസ് അറ്റാക്ക് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള ആ ഒരു കപ്പാസിറ്റി റേഞ്ചിലുള്ള ബോംബുകളാണ് കൊടുത്തേച്ചിരിക്കുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇസ്രായേലിന്റെ ഉള്ളിൽ റൂമിൽ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബോംബ് കൊടുത്തേച്ചിരിക്കുന്നത്? ഒരിക്കലും ഇല്ല, ഇത് ഗാസയിൽ ഇടാൻ വേണ്ടി തന്നെയാണ്. ഗാസയ്ക്കുള്ളിൽ ഒരു വോളണ്ടറി എവാക്യുവേഷൻ ഉണ്ടാക്കണം. അത് തന്നെയാണ് ഇപ്പൊ ഇസ്രായേലും അമേരിക്കയും തമ്മിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് വോളണ്ടറി ആയിട്ട് അവിടുത്തെ ആൾക്കാർ ഇറങ്ങിപ്പോകുന്നത്? ഇതിനു മുമ്പ് എങ്ങനെയാണ് അവർ ഇറങ്ങിപ്പോയത്? ഇതിനു മുമ്പ് ഇസ്രായേൽ അവിടെ ഒരു ആക്രമണം നടത്തിയായിരുന്നല്ലോ, അപ്പൊ അവർ ഇറങ്ങിപ്പോയിരുന്നല്ലോ, പിന്നീട് തിരിച്ചു വന്നതല്ലേ. അതുപോലെ ഒരു സിനാരിയോ വീണ്ടും ക്രിയേറ്റ് ചെയ്യും.
ക്രിയേറ്റ് ചെയ്യപ്പെടും. അതാണ് വസ്തുതാപരമായിട്ടുള്ള കാര്യം. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ജോർദാൻ, ഇത് ആദ്യമേ ട്രംപ് ഈ ഒരു പ്രഖ്യാപനം നടത്തിയപ്പോഴത്തേക്കും ജോർദാൻ രാജാവ് ഭയങ്കരമായിട്ടുള്ള മസിൽ പിടുത്തം കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ ഈജിപ്തും പറ്റത്തില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ട്രംപ് പൊസിഷനിൽ വന്ന ഉടനെ തന്നെ ഈ ഒരു എയ്ഡുകൾ കട്ട് ചെയ്ത സമയത്ത് ജോർദാനെയും ഈജിപ്തിനെയും മാത്രം എയ്ഡ് കട്ട് ചെയ്തില്ല. പക്ഷെ ആ സമയത്ത് ട്രംപ് ഈ ഒരു ഗാസയെ അമേരിക്ക ഏറ്റെടുക്കുന്നുള്ള പ്രഖ്യാപനം നടത്തിയിട്ടില്ല. അത് നടത്തുന്നതിന് മുമ്പ് തന്നെ ഈജിപ്തിനും ജോർദാനും എയ്ഡ് കട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ തന്നെ മനസ്സിലാക്കിക്കോണം, ട്രംപ് ഓൾറെഡി പ്രീ പ്ലാൻഡ് ആണ്, ഓൾറെഡി അയാളുടെ മനസ്സിൽ ഇതുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ പറഞ്ഞത്, ഗാസയിലെ ജനങ്ങളെ നിങ്ങൾ ഏറ്റെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എയ്ഡ് കട്ട് ചെയ്യും എന്ന് പറഞ്ഞപ്പോഴാണ് ജോർദാൻ രാജാവ് പെട്ടെന്ന് തന്നെ അമേരിക്കയിൽ പോയിട്ട് ട്രംപിനെ കണ്ടത്. കണ്ടപ്പോഴത്തേക്കും കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ട്രംപ് എടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇപ്പൊ തിരിച്ച് നേരെ മടങ്ങി വന്ന് അറബ് രാഷ്ട്രങ്ങളുമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞു. ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിത്ര സീരിയസ് ആയിട്ടുള്ള വിഷയമാണെന്ന് മനസ്സിലായ ഉടനെ എല്ലാ അറബ് രാഷ്ട്രങ്ങളും ഇപ്പൊ സൈലന്റ് ആണ്. ഇറാനൊക്കെ ഒരു മൂലയ്ക്ക് ഒതുങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. ഇറാൻ ഇടയ്ക്കിടയ്ക്ക് ചില പ്രസ്താവനകളൊക്കെ പുറപ്പെടുവിക്കും, അത്രേ ഉള്ളൂ. ഇറാൻ തീർച്ചയായിട്ടും ഹമാസിനെ ഒറ്റപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇറാന്റെ മേളിൽ ഇപ്പൊ കൂടുതൽ പ്രഷർ ഇട്ടുകൊണ്ട്, സാങ്ഷൻസ് ഇട്ടുകൊണ്ട്, ഇസ്രായേലിന്റെ ഉള്ളിൽ ഹൈ ഇന്റൻസിറ്റിയുള്ള ബോംബുകൾ കൊണ്ട് സൂക്ഷിച്ചു വെച്ചുകൊണ്ട് ഇത് ഇറാന് വേണ്ടി സൂക്ഷിക്കുന്നതാണെന്നുള്ള സൂചനയും കൂടെ ഇൻഡയറക്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ് അമേരിക്ക. നമ്മൾ ആയുധം ഉൽപ്പാദിപ്പിച്ച് അമേരിക്ക എതിർത്തുകൊണ്ട് മുന്നോട്ട് പോകണം, നമ്മൾ വീണ്ടും സാങ്ഷനിൽ പെട്ട് 2020, 2019 കാലഘട്ടങ്ങളിലൊക്കെ ഏത് രീതിയിലാണോ നമ്മൾ ഫൈനാൻഷ്യൽ ക്രൈസിസിൽ കിടന്ന് ഇഴഞ്ഞത്, അതുപോലെ ഉള്ള ഒരു സിറ്റുവേഷനിൽ തിരിച്ചു മടങ്ങണോ എന്നുള്ള ഒരു ചിന്തയിൽ വിരളി പിടിച്ച് അടങ്ങി ഒതുങ്ങി ഒരു മൂലയിൽ ഇരിക്കുകയാണ്. അതാണ് ഇപ്പൊ ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി. ഇടയ്ക്കിടയ്ക്ക് ചില പ്രസ്താവനകൾ വരും, അത്രേ ഉള്ളൂ. പ്രസ്താവന മാത്രമേ ഉള്ളൂ. ഇറാൻ അമേരിക്കയുമായിട്ട് ബാക്ക് ഡോറിൽ നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. പുറത്തു വരുന്ന ഒരു പ്രസ്താവനയല്ല, ബാക്ക് ഡോറിൽ കൂടെ നല്ല രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇറാൻ ഹമാസിന്റെ കാര്യത്തിൽ ഇടപെടത്തില്ല. ആകെ കൂടെ ഇറാൻ ഒരു പ്രോക്സിയെ വെച്ചിട്ടുണ്ട്, അത് ഹൂത്തികളാണ്. ഈ ഹൂത്തികളെ ഇടയ്ക്കിടയ്ക്ക് ചില മിസൈലുകളൊക്കെ വിടും, അത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഹൂത്തികളെ ഇത്തവണ ഹൂത്തികൾ രംഗത്തിറങ്ങുന്നെങ്കിൽ ബൈഡനെ പോലെയല്ല, ട്രംപ് കൃത്യമായിട്ട് ഹൂത്തികളെ അടിക്കും. അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് അറ്റാക്ക് ചെയ്യും. അത് 100% ഉറപ്പുള്ള കാര്യമാണ്. ഹൂത്തികൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ആക്രമണമായിരിക്കും യമന്റെ ഉള്ളിൽ ഇത്തവണ അമേരിക്ക അഥവാ ട്രംപ് ഓക്കെ പറയുന്നെങ്കിൽ ചെയ്യാൻ പോകുന്നത്. ഈ മൊത്തത്തിലുള്ള ബാക്കിയുള്ള അറബ് രാഷ്ട്രങ്ങളെല്ലാം സൈലന്റ് ആയിരിക്കുന്നു. അവർ സൈലന്റ് ആയിരിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, പാലസ്തീൻ എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ് വേണം എന്ന് പറഞ്ഞിട്ട് സൗദി രാജാവാണ് ആവശ്യപ്പെട്ടത്. ഈ സൗദി എന്ന് പറഞ്ഞാൽ അറിയാലോ, സൗദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൻറ്റയർ അറബ് ലീഗിന്റെ മൊത്ത വോയിസ് ആണ് സൗദി. ആ മൊത്ത വോയിസ് ആയിട്ടുള്ള ആ ഒരു കിങ്ഡമിനാണ് നെതന്യാഹു മറുപടി കൊടുത്തത്. എന്താണ് കൊടുത്തത്? പാലസ്തീനിയൻ സ്റ്റേറ്റ് ഉണ്ടാക്കാം, സൗദി അറേബ്യക്കുള്ളിൽ ഉണ്ടാക്കാം എന്ന് പറഞ്ഞത്. അറബ് ലീഗിന്റെ ഏറ്റവും തലപ്പത്ത് ആ ഒരു കിങ്ഡം ഹാൻഡിൽ ചെയ്യുന്ന ആ ഒരു വ്യക്തി, ആ രാഷ്ട്രത്തിനാണ് ഈ മറുപടി കൊടുത്തത്. ആ മറുപടി കൊടുത്തതോടുകൂടി മറ്റുള്ള എല്ലാ രാജ്യങ്ങളും അടങ്ങിയിരിക്കുകയാണ്, വളരെ സൈലന്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഒരുത്തനും മിണ്ടുന്നില്ല, ഒറ്റ രാജ്യവും മിണ്ടുന്നില്ല. കാരണം എന്താണ്? ഇനി ഇവിടെയൊക്കെ പാലസ്തീനികളെ കൊണ്ട് മിണ്ടിയ ആൾക്കാരുടെ രാജ്യത്തെ ഇനി പാലസ്തീനികളെ കൊണ്ട് കുത്തി നിറയ്ക്കോ എന്നുള്ള പേടിയിലാണ് ഇവർ മിണ്ടാതിരിക്കുന്നത്. നമ്മൾ ഇതിന് മുമ്പുള്ള വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ ഒരു പരിധി വരെ ഇങ്ങനെ സൈലന്റ് ആയിക്കൊണ്ടേ വരും. ഓരോരുത്തരും അവരുടെ ഇൻഡിപെൻഡന്റ് താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയുമായിട്ട് ബാക്ക് ഡോറിൽ നെഗോഷിയേറ്റ് ചെയ്യും. ഞങ്ങളുടെ രാജ്യത്ത് കയറ്റരുത് എന്നുള്ള രീതിയിലുള്ള അപേക്ഷയുമായിട്ടായിരിക്കും ഇനി അവന്മാർ പോകുന്നത്. കാരണം ഇവരുടെ സ്വഭാവം അങ്ങനെയാണ്. ഈ അറബ് ലീഗിലുള്ള രാജ്യങ്ങളെല്ലാം തന്നെ ഇങ്ങനെ തന്നെയാണ്. അവനവന്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഇവര് പോയിട്ട് കാല് പിടിച്ച് ഇങ്ങനെ അറബ് ലീഗിൽ വന്ന് സംസാരിക്കുന്ന പോലെ അല്ല പെരുമാറുന്നത്. ടോട്ടലി വേറെ രീതിയിലായിരിക്കും പെരുമാറുന്നത്. കാരണം ഇവരുടെ രാജ്യങ്ങളിലൊക്കെ അമേരിക്കൻ എംബസി ഉണ്ട്. ആ രീതിയിൽ അമേരിക്ക കൃത്യമായിട്ട് ഇവരെ ഡീൽ ചെയ്യും. അപ്പൊ അവിടെ കൊടുക്കുന്ന മെസ്സേജും ഇൻഫർമേഷൻസ് ഒക്കെ വേറെയാണ്, കംപ്ലീറ്റ്ലി വേറെയാണ്. ഇവർ കാല് പിടിച്ച് എങ്ങനെയും ഞങ്ങളുടെ രാജ്യത്തിന് കൊണ്ടുവരല്ലേ എന്ന് പറഞ്ഞ് കൈയും കാലും പിടിച്ച് ഇവർ ഒഴിവാകാനാണ് ശ്രമിക്കുന്നത്. ആ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. സൗദിയാണ് ഇച്ചിരി മുട കാണിച്ചുകൊണ്ട് വന്നത്. അപ്പോഴത്തേക്കും സൗദി നീ എടുത്തോ പലസ്തീനിയൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതോട് സൗദിക്ക് മതിയായി. നമ്മൾ ജീവിച്ചിരിക്കുന്ന ഇതേ കാലഘട്ടത്തിൽ, നമ്മൾ പല കാലഘട്ടങ്ങളിലും നമ്മൾ പല സ്റ്റോറികളും കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഇപ്പൊ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് ഈ ഒരു മാപ്പ്, മിഡിൽ ഈസ്റ്റ് മാപ്പ് മാറ്റി വരയ്ക്കപ്പെടുന്നത്. അത് ഇസ്രായേൽ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഒരു രാജ്യം കൃത്യമായി ഡോമിനേറ്റ് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് യുദ്ധം നടത്തി അവർ ആ ഒരു നേഷൻ ബിൽഡിംഗ് പ്രോപ്പറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ആരും സങ്കടപ്പെടേണ്ട കാര്യമോ അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്തിട്ട് ഇസ്രായേൽ അങ്ങനെ ചെയ്യുന്നു, ഡോമിനേറ്റ് ചെയ്യുന്നു, അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ കാലത്തും എല്ലാ രാജ്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ്. ചൈന തൈവാന്റെ മേളിൽ ഒരു കൺട്രോൾ എപ്പോഴും വെക്കാൻ ആഗ്രഹിക്കുന്നില്ലേ? ഇതുപോലെ എത്ര രാജ്യങ്ങൾ നമ്മൾ എണ്ണി പറയാൻ കഴിയും? അപ്പൊ അതുകൊണ്ട് ഇപ്പൊ തൈവാൻ എന്ന് പറഞ്ഞ രാജ്യം ചൈനയെ ഒരിക്കലും ആക്രമിക്കാൻ പോകുന്നില്ല. പക്ഷെ എന്നാലും ചൈന ഒരു ഡോമിനേഷൻ കാണിച്ചുകൊണ്ടേയിരിക്കുകയാണല്ലേ. പക്ഷെ നേരെ മറിച്ച് ഇസ്രായേലിന്റെ ഗാസയുടെ ആ ഒരു കാര്യം നിങ്ങൾ നോക്കൂ. ഗാസ 24/7 ഇസ്രായേലിനെ എങ്ങനെ അറ്റാക്ക് ചെയ്യാന്നുള്ള രീതിയിൽ ഇസ്രായേലിന് ഒരു ഭീഷണിയായിട്ട് നിലനിൽക്കുകയാണ്. ഇസ്രായേൽ എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ഹുഡ് തന്നെ നിലനിൽക്കാൻ പാടില്ല എന്നുള്ള ഉറച്ച തീരുമാനം എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സ്റ്റേറ്റ് ആണ് ഗാസ. 4ാമത്തെ പ്രാവശ്യമാണ് അമേരിക്കയിൽ നിന്നും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ വന്നിരിക്കുന്നത്. എന്തിനെ കുറിച്ച്? ഈ ഗാസയെ അമേരിക്ക ഏറ്റെടുക്കും എന്ന് പറയുന്നതിനെ കുറിച്ചുള്ള 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് വന്നിരിക്കുന്നത്. ഇതിനൊരു സാഹചര്യം നോക്കിയിരിക്കുകയാണ് ഇസ്രായേലും അമേരിക്കയും. അതിന്റെ ഉള്ളിലാണ് ഹമാസ് വഴിയേ വന്നങ്ങ് വീണത്. എന്താണ്?
ഞാൻ ബന്ദികളെ ഇനി വിടത്തില്ല, ഇനി ഒരു മുന്നറിയിപ്പ് വരുന്നവരെ ഞാൻ ബന്ദികളെ റിലീസ് ചെയ്യുന്ന നിർത്തി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് സീസ് ഫയറിൽ എങ്ങനെ നടത്താൻ പോകുന്ന രീതിയിലുള്ള പ്രഖ്യാപനമായിട്ട് വന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഒരു അഡ്വാൻറ്റേജ് ആണ്. അവരിപ്പോ ചോദിക്കുന്ന പറഞ്ഞാൽ നീ മൊത്ത ബന്ദികളെയും വിട്, അതുപോലെ മൊത്ത ബന്ദികളെ അങ്ങ് വിട്, ഒറ്റയടിക്ക് തീർക്കാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ മുറുമുറുപ്പ് കൂടി ഈ ക്ലാഷ് കൂടാനുള്ള സാധ്യതയാണുള്ളത്. ഇപ്പൊ ബാക്കിയുള്ള അറബ് രാഷ്ട്രങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഹമാസിന്റെ കാല് പിടിക്കേണ്ട അവസ്ഥയിലാണ് വന്നിരിക്കുന്നത്. കാരണം നീ എങ്ങനെയാലും ഒന്ന് ഇത് റെഡിയാക്കി വിട്, കാര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ഗാസ് അവിടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഹമാസിനെയാണ് പ്രഷർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇപ്പൊ നിലവിൽ ബാക്ക് ഡോറിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ. ഇസ്രായേൽ ശരിക്കും പറഞ്ഞാൽ ഒരു ആക്രമണം നടത്താനുള്ള സാധ്യത, അതെ ശനിയാഴ്ച ഒരു ആക്രമണത്തിന് സാധ്യത തന്നെയാണ് കാണുന്നത്. ഈ മിഡിൽ ഈസ്റ്റ് അനാലിസിസ് ചെയ്യുന്ന ആൾക്കാർ മൊത്തത്തിൽ ഇങ്ങനെയാണ് അഭിപ്രായപ്പെടുന്നത്. ഇസ്രായേൽ ശനിയാഴ്ച ഒരു ആക്രമണം നടത്താൻ തന്നെയാണ് സാധ്യത എന്നുള്ള ഒരു വിലയിരുത്തലാണ്. 80% ഈ ഒരു വിലയിരുത്തലാണ് പൊതുവിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ആക്രമണം തുടങ്ങിക്കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങൾ വോളണ്ടറി ആയിട്ട് തന്നെ എക്സിറ്റ് ആവും. എക്സിറ്റ് ആകുമ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? വേറെ രാജ്യങ്ങളൊന്നുമില്ല. ഒരു സൈഡിൽ കടലാണ്, പിന്നെ ഒരു സൈഡിൽ കിടക്കുന്ന ഈജിപ്റ്റ്, പിന്നെ ഇപ്പുറത്ത് കിടക്കുന്ന ജോർദാൻ. അപ്പൊ ജോർദാനിൽ ഈജിപ്തിലോട്ട് മാത്രമേ പോകാൻ സാധ്യതയുള്ളൂ. അവിടുത്തെ ബോർഡർ സൈഡുകളിൽ പോയിട്ട് ഇവർ സെറ്റിൽ ആവും. അതാണ് നടക്കാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ടൈം ലൈൻ ആയിട്ട് പറയപ്പെടുന്നത് മാക്സിമം ഈ ബന്ദികളെ എത്രത്തോളം കയ്യിൽ വെച്ചിരിക്കുന്നു ഹമാസ്, അതാണ് ടൈം ലൈൻ. ആ ഒരു ടൈം ലൈൻ കഴിഞ്ഞാൽ ഈ ഒരു പ്രക്രിയ തുടങ്ങും. അതായത് ഇവാക്യുവേഷൻ, അതായത് ഈ ഒരു ബന്ദികളെ മോചിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നടക്കാൻ പോകുന്നത് ഇവാക്യുവേഷൻ ആണ്. നെതന്യാഹു ഡീപ്പ് വാണിംഗ് കൊടുത്തിരിക്കുകയാണ്. എന്തിനാണെന്ന് പറഞ്ഞാൽ മാക്സിമം ജീവനോടിരിക്കുന്ന ആൾക്കാരെ ശനിയാഴ്ച വിട്ടുതരാൻ വേണ്ടിയിട്ടുള്ള ഒരു വാണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഹമാസിന്റെ ഉള്ളിലും ഗാസയ്ക്കുള്ളിലും മറ്റുള്ള അറബ് രാജ്യങ്ങളെല്ലാം തന്നെയും പേടിക്കുന്നത്. ഈ ഒരു നെതന്യാഹുവിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ അബ്രഹാം അക്കോർഡ് എന്ന് പറഞ്ഞ ഒരു അറബ് ഇസ്രായേൽ ട്രീറ്റി ഉണ്ടാക്കിയ സമയത്ത് എല്ലാ അറബ് രാഷ്ട്രങ്ങളും എടുത്തു പറഞ്ഞത് പാലസ്തീന എന്ന് പറഞ്ഞ ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റ് കൊടുക്കണം എന്ന് തന്നെയാണ്. അമേരിക്ക അന്നോട്ടേ പാലസ്തീനിയൻ സെപ്പറേറ്റ് സ്റ്റേറ്റ് കൊടുക്കണ്ട, പ്രത്യേകിച്ച് ഇസ്രായേലിന്റെ കാര്യം വരുമ്പോഴത്തേക്കും പാലസ്തീൻ സെപ്പറേറ്റ് സ്റ്റേറ്റ് കൊടുക്കണ്ട എന്നാണ് തീരുമാനിച്ച് ഉറപ്പിച്ച് തന്നെയാണ് ഈ ഒരു അക്കോർഡുമായിട്ട് മുന്നോട്ട് പോയത്. ഇതൊക്കെ യുവമാർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ ഒരു അക്കോർഡിൽ ഒപ്പിട്ടത്, അബ്രഹാം അക്കോർഡിൽ. ഇത് അറിയാത്ത ആൾക്കാരല്ല, അത് ആദ്യം മനസ്സിലാക്കണം. ഇതുകൊണ്ട് തന്നെയാണ് അബ്രഹാം അക്കോർഡിനെ എടുത്തു പറയുന്നത് നെതന്യാഹു. കാരണം അബ്രഹാം അക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുകയും ഇതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻസ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ വ്യക്തമായിട്ട് ഈ അറബ് രാഷ്ട്രങ്ങൾക്ക്, അതായത് ഈ അബ്രഹാം അക്കോർഡിൽ ഒപ്പിട്ട ഓരോ അറബ് രാഷ്ട്രങ്ങൾക്കും ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ അബ്രഹാം അക്കോർഡിൽ ഒപ്പിട്ടിരിക്കുന്ന രാജ്യങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം ഈ ഒരു പാലസ്തീനിയൻ സ്റ്റേറ്റ് സാധ്യമല്ല എന്നുള്ളത്. കാരണം അത് അന്ന് തന്നെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് ഇതിൽ ഒപ്പിട്ടിരിക്കുന്നത്. എന്നിട്ടാണ് ഇപ്പം വന്നിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അബ്രഹാം അക്കോർഡിൽ പാലസ്തീനിയൻ സെപ്പറേറ്റ് സ്റ്റേറ്റ് കൊണ്ടുവരണം എന്ന് പറയുന്നത്. ഇത് കൊണ്ടുവന്ന് കഴിഞ്ഞ് ഇത് അവരുടെ സ്വന്തം താല്പര്യത്തിൽ പറയുന്നതല്ല. അതായത് ഈ ഒരു പാലസ്തീനിയൻ സെപ്പറേറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് അബ്രഹാം അക്കോർഡിൽ കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ അവരുടെ രാജ്യത്ത് ഇന്റർണൽ ഇഷ്യൂസ് ഉണ്ടാകും എന്നാണ് പറയുന്നത്. കാരണം അവിടെ കുറച്ച് ആൾക്കാരുണ്ട് പൊളിറ്റിക്കൽ ഡീവിയേഷൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. രാജഭരണമാണെങ്കിലും പല രാജ്യങ്ങളും ക്യാബിനറ്റ് ഉണ്ട്. ഈ ക്യാബിനറ്റിന്റെ ഉള്ളിൽ പല രീതിയിലുള്ള വിയോജിപ്പുകൾ ഉണ്ടാവാൻ ഇത് കാരണമാകും എന്നാണ് പറയുന്നത്. എന്നാൽ അബ്രഹാം അക്കോർഡിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പാലസ്തീനിയൻ സ്റ്റേറ്റിന് അവിടെ യാതൊരു സാധ്യതയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലും അമേരിക്കയും വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഈ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നത്. കാരണം ഈ രാജ്യങ്ങൾക്കെല്ലാം അവരുടെ ഓൺ താല്പര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ് ഉണ്ടാകുന്നതിനോടോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളോടല്ല അവരുടെ താല്പര്യം. അവരുടെ രാജ്യത്തിന്റെ പുരോഗതി, അവരുടെ രാജ്യത്തിന്റെ ഡെവലപ്മെന്റ്, അവരുടെ രാജ്യത്തിന്റെ ജനങ്ങളുടെ ഉന്നമനം, ഇതൊക്കെ തന്നെയാണ് അവരുടെ ലക്ഷ്യം. അല്ലാതെ അവർക്കാർക്കും ഈ പാലസ്തീനിയൻ സ്റ്റേറ്റിനെ കുറിച്ചുള്ള ദുഃഖമോ സങ്കടമോ അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്. ഇതിനകത്ത് 2-3 സോഷ്യൽ ഫാക്ടറുകൾ ഞാൻ ചൂണ്ടിക്കാണിക്കാം. അതിലൊന്നുമില്ല, ഒരു പാലസ്തീനിയൻ വുമന്റെ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ 5.5 ആണ്. അതേപോലെ ഒരു ഇസ്രായേൽ വുമന്റെ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ 2.5 ആണ്. അതായത് ഒരു ഇസ്രായേലിനെക്കാളും പാലസ്തീനികൾ 50% അധികം കുട്ടികളെ ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇത് ഒരു ഭീഷണിയായിട്ട് തന്നെ ഇസ്രായേൽ കാണുന്നുണ്ട്. കാര്യം വേറെ ഒന്നുമില്ല, ഈ ജനസംഖ്യ വർദ്ധിച്ച് വന്നു കഴിഞ്ഞാൽ കാര്യം ചെറിയ സ്മോൾ സ്ട്രിപ്പ് ആണെങ്കിലും ഇവിടെ നിന്ന് ഏറ്റവും കൂടുതൽ തീവ്രവാദികൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് വസ്തുതാപരമായിട്ടുള്ള കാര്യം. അപ്പൊ ഇത് അവർക്ക് ഒരു ഭീഷണി തന്നെയായിട്ടാണ് അവർ കാണുന്നത്. കാരണം ഇവർ ഇമാതിരിയുള്ള ഫെർട്ടിലിറ്റി റേറ്റ് ഒക്കെ കൊണ്ട് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ 10 വർഷത്തിൽ തന്നെ ഇവര് വീണ്ടും ഇതേപോലെ ശക്തിയാർജിച്ച് വീണ്ടും ഒരു ആക്രമണത്തിന് മുതിരും എന്നുള്ളതിൽ യാതൊരു ഡൗട്ടും ഇല്ലാതെ ഇസ്രായേൽ വിശ്വസിക്കുന്ന കാര്യമാണിത്. ഇസ്രായേൽ വീണ്ടും ഒരു ഫാക്ടർ ചൂണ്ടിക്കാണിക്കുന്നത് ലോ എഡ്യൂക്കേഷൻ റേറ്റ്. ഈ ലോ എഡ്യൂക്കേഷൻ റേറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇവരെ ഈസി ആയിട്ട് ഇവർക്കുള്ളിൽ തീവ്രവാദം കുത്തി നിറയ്ക്കാൻ പറ്റുന്നു എന്നുള്ള ഒരു കാര്യം കൂടെ ഇസ്രായേൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിലുപരിയായിട്ട് ഇവർ ഏറ്റവും പെട്ടെന്ന് തന്നെ നമ്മുടെ പോപ്പുലേഷനെ ഓവർ റൈഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇസ്രായേലിന്റെ വിലയിരുത്തൽ. പിന്നെ അമേരിക്ക ഇപ്പൊ ഈ ഒരു ഗാസ ഏറ്റെടുക്കുന്നതിലൂടെ ഒരു മെസ്സേജും കൂടെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ലോകത്തിന്. അത് എന്ത് മെസ്സേജ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാലി, ബംഗ്ലാദേശ്, ഇതേപോലെ ഈ ഒരു തീവ്രവാദം നിറഞ്ഞിരിക്കുന്ന കുറച്ച് രാജ്യങ്ങളുണ്ടല്ലോ, ഈ രാജ്യങ്ങൾക്കൊക്കെ കൊടുക്കുന്ന ഒരു മെസ്സേജ്, ഇൻഡയറക്റ്റ് മെസ്സേജ് ആണ്. അതായത് നീ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി മറ്റുള്ള ജനങ്ങൾക്ക് സമാധാനം കൊടുത്ത് നീയും മര്യാദയ്ക്ക് ജീവിച്ചില്ല എന്നുണ്ടെങ്കിൽ നിന്നെ പോലത്തെ ചെറുകിട രാജ്യങ്ങളൊക്കെ ഞാൻ ഇമാതിരി ഒരു രീതിയിൽ വരിഞ്ഞു മുറുക്കി നിന്നെ ഏറ്റെടുക്കും, അതുപോലെ നിങ്ങളെ ആ സ്ഥലത്ത് നിന്ന് പറിച്ചെറിയും എന്നുള്ള രീതിയിലുള്ള ഒരു മെസ്സേജും കൂടിയാണിത്. ശരിക്കും പറഞ്ഞാൽ ഈ തീവ്രവാദം നിറഞ്ഞിരിക്കുന്ന ഇതുപോലത്തെ ഈ ഒരു സൈലന്റ് ആയിട്ട് ഇങ്ങനെ തീവ്രവാദം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട്. അവർക്കൊക്കെ ഇതൊരു മെസ്സേജും കൂടിയാണ് ഇൻഡയറക്റ്റ് ആയിട്ട്. ഇതിൽ ഒരു ലൈനാണ് പറയാനുള്ളത്, ഇസ്രായേൽ ഏത് മൊമെന്റിലും ഗാസയിൽ ഒരു ആക്രമണം നടത്താൻ തയ്യാറായിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.